NSSന്റെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിൽ ജി സുകുമാരൻ നായരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടെന്ന് സുകുമാരൻ നായർ മീഡിയ വണ്ണിനോട്. സാമൂഹിക സംഘടനാ നിലയിലാണ് സർക്കാരുമായി സഹകരിക്കുന്നത്. കോൺഗ്രസ് പ്രതിനിധികൾ ആരും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. തെറ്റുണ്ടായാൽ NSS ചൂണ്ടിക്കാട്ടും, ശരിയെങ്കിൽ അംഗീകരിക്കുകയും ചെയ്യും. കാശ് കൊടുത്താൽ പേര് വെക്കാതെ ബാനർ ആർക്കും അടിച്ചു വെക്കാമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജോസി ബാബുവാണ് അതിന് വിശദാംശം നൽകുന്നതിന് മുമ്പ് സുകുമാരൻ നായർ പ്രതികരണത്തിലേക്ക്. പൊതുവെ സാറിന്റെ NSSന്റെ ഒരു സ്റ്റാൻഡ് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളത് ഒരു കരുതുന്നുണ്ടോ? ഇല്ല, അത് തെരഞ്ഞെടുപ്പിനെ കണ്ടോണ്ടല്ല ഞാൻ നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പം സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണോ NSSന്? സർക്കാരിൽ പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞാൽ സർക്കാരിൽ വിശ്വസിച്ചല്ലേ ഒക്കുള്ളൂ. ഞങ്ങളൊരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റിനോട് എന്നും സഹകരിച്ചു വേണം പോവാൻ. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, ശരിയുണ്ടെങ്കിലും പറയും. ശരിയുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ പോകുന്നത്. സാർ, ഈ ദേവസ്വത്തിന്റെ പൊതുവെയുള്ള ദേവസ്വത്തിന്റെ നടപടികളെ എങ്ങനെ കാണാം? അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാരിന്റെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ടില്ല. അങ്ങോട്ട് ആയല്ലേ ഉള്ളൂ. സാർ, ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരാരെങ്കിലും ചർച്ചകൾക്കോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്കോ ഒക്കെ സമയം ചോദിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. കളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് എങ്ങനെയാ സാറേ കാണുന്നത്? അതൊക്കെ പുതിയ സംഭവം അല്ലല്ലോ. ബാനർ കാശ് കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ആർക്ക് വേണേലും അടിച്ചു വെക്കാം. ജോസി ബാബു സുകുമാരൻ നായരുമായി സംസാരിച്ചതിന് ശേഷം നമ്മോടൊപ്പം തത്സമയം. ജോസി, എന്ന് വെച്ചാൽ ബാനർ വെച്ചത് NSനകത്ത് നിന്നുള്ള ആളുകളല്ല, മറ്റാരോ പൈസ കൊടുത്ത് വെപ്പിച്ചതാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിനെയാണോ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്? സൈഫുദ്ദീൻ ആരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എങ്കിലും സംഘടനയ്ക്കകത്തു നിന്നല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പൂർണ്ണമായും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ, പ്രത്യേകിച്ച് ബാനർ പ്രതിഷേധങ്ങളെ തള്ളിക്കളയുകയാണ്. കാശ് കൊടുത്താൽ ആർക്കു വേണമെങ്കിലും ബാനറുകൾ സ്ഥാപിക്കാമല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കൂടാതെ സംഘടനയ്ക്കകത്തുള്ള ആളുകളാണ് ബാനർ വെക്കുന്നതെങ്കിൽ അവർക്ക് പേര് വെക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നും സുകുമാരൻ നായർ ചോദിക്കുന്നുണ്ട്. എന്തായാലും NSS ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ സർക്കാരിനെ പുകഴ്ത്തിയും ഇടതുപക്ഷത്തെ പുകഴ്ത്തിയുമുള്ള സുകുമാരൻ നായരുടെ വാക്കുകൾ, അഭിമുഖങ്ങളൊക്കെയും വലിയ ചർച്ചയായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിനെയും BJPയെയും പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടും NSS നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വ്യാപകമായി പലയിടത്തും സുകുമാരൻ നായർക്കെതിരെ പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെടുന്നത്. ഈ പ്രതിഷേധങ്ങളെയാണ് NSS നേതൃത്വം അല്ലെങ്കിൽ സുകുമാരൻ നായർ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും നായർ സർവീസ് സൊസൈറ്റിയുടെ ഫേസ്ബുക്ക് പേജ് വഴിയും ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ തള്ളിക്കളയുന്നതായി NSS നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോഴുള്ള NSSന്റെ നിലപാട് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല ഇത്തരത്തിലൊരു നിലപാട് NSS സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ഒരു സാമൂഹിക സംഘടന എന്ന നിലയിൽ സർക്കാരുമായി സഹകരിക്കുന്നു. സർക്കാരിന് തെറ്റുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കും, ശരിയുണ്ടെങ്കിൽ അത് അംഗീകരിക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല തന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ NSSന്റെ നിലപാടെന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു നേതാക്കളും ഇതുവരെയും ചർച്ചയ്ക്കോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്കോ ജോസി, കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഇതുവരെ വന്ന് കണ്ടോ, കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചോ എന്ന് ജോസിയുടെ ഈ ചോദ്യത്തിന് ഇല്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ആ മറുപടിയിൽ ഒരു നിരാശ നേരിടുന്നുണ്ടോ? കോൺഗ്രസ് നേതാക്കളെ ആരെങ്കിലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് NSSനെ കടന്നാക്രമിക്കേണ്ട എന്ന് തന്നെയാണ്. NSSനുമായുള്ള ബന്ധം ഊഷ്മളവും അതോടൊപ്പം ദീർഘകാലമായി ഉള്ളതാണ് എന്ന് കോട്ടയത്തു നിന്നുള്ള മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. K മുരളീധരൻ അടക്കമുള്ള നേതാക്കളും ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ധൃതിപ്പെട്ട് NSS നേതൃത്വമായ ഒരു ചർച്ചയ്ക്ക് നേരിട്ട് പോയാൽ അത് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും അല്ല അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും കടക്കും. നിലവിലെ സാഹചര്യത്തിൽ NSSന്റെ ഇപ്പോഴുള്ള നിലപാടുകളെ
കടുത്ത ഭാഷയിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ട എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗിക ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന്റെ നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് NSS നേതൃത്വത്തിന്. ആ നിലയ്ക്ക് അനൌദ്യോഗിക ചർച്ചകൾക്കൊക്കെയുള്ള സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തിടുക്കപ്പെട്ട് NSS നേതൃത്വവുമായി കോൺഗ്രസ് ഔദ്യോഗികമായി അല്ലെങ്കിൽ നേരിട്ടുള്ള നേതാക്കൾ ഇടപെട്ടുള്ള ഒരു ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ വിവാദങ്ങൾ കെട്ടടങ്ങട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. എന്നാൽ മറുപടി എന്ന നിലയിൽ NSSന്റെ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള മറുപടി എന്ന നിലയിലാണ് തിരുവഞ്ചൂരിന്റെ ഇന്നലത്തെ പ്രതികരണം വന്നത്. സർക്കാർ ഈ ഹൈക്കോടതിയിലുള്ള അഫിഡവിറ്റ് അടക്കം പിൻവലിക്കുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ തിരുവഞ്ചൂർ ചോദിച്ചിരുന്നു. അതോടൊപ്പം വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അക്കാലത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പിന്നീടും NSSനൊപ്പം നിന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യവും തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കളും ചർച്ചയ്ക്കോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്കോ അനുമതി തേടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്.